എന്നതാടാ അത്? നല്ല നാടൻ പൊതിച്ചോറ്. മീൽസാ? എന്നടാ കേശു, ഇങ്ങ ഫുഡ് ഇരിക്കുതാനേ? ഇവിടുത്തെ ഫുഡിനകത്ത് മുട്ട പൊരിച്ചുണ്ടോ? ഇല്ല. മീൻ വറുത്തതുണ്ടോ? ഇല്ല. എന്നാ ഇതിലുണ്ട്. മീൻ വറുത്തതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, നല്ല കട്ടി ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്, അച്ചടി കിച്ചടി മച്ചടി എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇവിടെ ജംഗ്ഷനിൽ നിന്ന് മേടിച്ചത് സൂപ്പർ പൊതിച്ചോറ്. ഇവൻ എന്തോ ഈ കാണിക്കുന്നേ? രാവിലെ കാണിച്ചതിന്റെ ബാക്കി. ഇവിടെ മക്കളെ എന്തോന്നത്? നീ ആരുടെ ഈ വാശി കാണിക്കണത്? ഇതുപോലെ വാശി കാണിക്കണ ആരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേശോട്ടാ, ഇന്നത്തെ 2 മീൻ പൊരിച്ചുണ്ടെങ്കിലേ ഒരെണ്ണം എനിക്കറിഞ്ഞേ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ തരണം. അതാണല്ലോ അതിന്റെ ന്യായം. കൊച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണമല്ലോ. പക്ഷേ ഇന്ന് നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു തരി അരിമണി പോലും ഞാൻ തരാൻ പോണില്ല കൊച്ചേ. കുറച്ച് ശാപം കിട്ടിയാലും വേണ്ടില്ല ഞാനങ്ങ് സഹിച്ചു. എന്നാ 1 മാസത്തേക്ക് നിനക്ക് ഇവിടെ ഫുഡ് ഇല്ല. 1 മാസം തന്നെയല്ലേ, കുഴപ്പമില്ല, അടുത്ത മാസം തരുമല്ലോ. என்னடா கேசு இப்படி எல்லாம் பண்ற? எங்களுக்கெல்லாம் ரொம்ப வருத்தமா இருக்குடா. കനാൻഡി, ചില ശിക്ഷകൾ കൊടുത്താലേ ചില കാര്യങ്ങളൊക്കെ റെഡിയാവും. നിന്നെ ഞാൻ ശരിയാക്കും. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിലേ നിന്നെ ഞാൻ അങ്ങ് പടവലത്ത് കൊണ്ടുപോകും. പടവലത്തോട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലമ്മ. ഇവന് നെയ്യാറ്റിൻകര പാക്ക് ചെയ്താൽ മതി. ഞാൻ പടവലത്തും നെയ്യാറ്റിൻകരയിലും പൊക്കോളാം. 2 പേരും പേടിക്കണ്ട. ഓക്കെ കനാൻഡി, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? ചൂടുവെള്ളം വേണം കേട്ടോ. ഈ നല്ല സൂപ്പർ എരിവെള്ള കുരുമുളക് ഇട്ട് വെച്ച ഫിഷ് ഫ്രൈ ആണ്. അതിൻ്റെ കൂടെ ചൂടുവെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ ആ കുരുമുളക് ഇങ്ങനെ എരിഞ്ഞങ്ങോട്ട് ഇറങ്ങും. ചൂടുവെള്ളം ഇവിടെ ഇല്ല. ചൂടുവെള്ളം ചൂടാക്കൂ കനാൻഡി. ചെല്ലി കനാൻഡി. இப்ப பண்ணி கொடுக்கறேன்டா. എവിടെ പോണ്? சூடுவெள்ளம் பண்ணுறதுக்கு அவனுக்கு ஃபிஷ் சாப்பிட வச்ச அந்த കുരുമുളകെല്ലാം இப்படி ഇറങ്ങണം തന്നെ. അതിനാല എന്റെ ആന്റി ഒരാളാണ് ഇവനെ ചീത്തയാക്കണത്. നീ ആരാണ് ഓർഡർ ചെയ്യാൻ? ഞങ്ങളെന്താ നിന്റെ അടിമേ? വേണമെങ്കിൽ പോയി ചൂടാക്കി കുടിക്കടാ. എനിക്കറിയാം നിങ്ങൾ ആരും ചൂടുവെള്ളം കൊണ്ടും തരാൻ പോണില്ലെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഉണ്ടാക്കി കുടിച്ചോളാം. എന്തോന്ന് ഷോ അവന്? ഷോയല്ലേ? ഇപ്പൊ ശരിയാക്കി കൊടുക്ക. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഈ സൈഡിൽ നിന്ന് മൊത്തം കഴിച്ചു തുടങ്ങിക്കോ. നിന്റെ അരിയിട്ടപ്പാ ലച്ചു പണ്ണാതെ ലച്ചു. നിന്റെ അരി ആന്റി. അവന്റെ ഒടുക്കത്തെ ഷോ ഇന്നത്തോടെ ഞാൻ നിർത്തി കൊടുത്താണ്. നീ കറിയൊക്കെ പിടിച്ചു. കറി പൊടിച്ചാ പാവം ലച്ചു. ആ ഒന്നുമല്ല, കുറച്ച് അഹങ്കാരം കൂടുതൽ തന്നെ. അങ്ങോട്ട് കൊടുക്കും മോരാണെന്ന് തോന്നുന്നു. രസം വേണോ? സപ്പോർട്ട് ചെയ്യണം കേട്ടാ. കരി തുമ്പപ്പൂ ചോറ് ആശിച്ച കറികളിൽ മീൻ വറുത്തത്, മുട്ട, കഷ്ടപ്പെട്ട് അവിടെ മറ്റേ തങ്കമണി ചേച്ചിയുടെ കട. തങ്കമണി ചേച്ചി നീ നേരത്തെ വേറെ കടയുടെ പേരാണല്ലോ പറഞ്ഞു. വീട്ടിലെ ഊണെന്നാ നേരത്തെ പറഞ്ഞേ. എന്തായാലും താങ്ക്സ് മാൻ, നല്ല വിശപ്പുണ്ടായിരുന്നു. ചേച്ചി ജീവിക്കാൻ സമ്മതിക്കൂലേ? ഇച്ചിരി ചോറ് വിശന്ന് കൊട്ടനടിച്ചിരുന്നപ്പോ അവിടെ വരെ പോയി ഇച്ചിരി ചോറ് മേടിച്ചോന്ന് സ്വസ്ഥമായിട്ടൊന്നും തിന്നാൻ സമ്മതിക്കൂലല്ലേ? കേശു, പാവയ്ക്കറിയും ചോറും. പാവയ്ക്കറിയും ചാറും എപ്പ റെഡിയാവും? നീ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പോലെ രാത്രി 12 മണി. 12 മണിക്ക് 12 മണിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. കാശ് തീർന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.